ഞങ്ങളിപ്പോ പറഞ്ഞ ചോദ്യമില്ലേ, ഈ ചോദ്യം എന്ന് പറഞ്ഞാൽ അദാനി ഇത് ആർക്കാ വിൽക്കണമെന്ന് അറിയാം. അദാനി വിൽക്കുന്നത് ഞാനിപ്പോ താങ്കൾ ചോദിച്ചു തന്നെ 2021 രമേശ് ചെന്നിത്തല ഒരു വലിയ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ആരോപണം ഉന്നയിച്ചതെന്ന് വെച്ചാൽ 8,850 കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റാണ് അദാനിയുമായിട്ട് 25 കൊല്ലത്തേക്ക് കേരള സംസ്ഥാന ഗവൺമെന്റ് ഒപ്പിടാൻ പോകുന്നത്. അതിൽ 1000 കോടി രൂപയെങ്കിലും ലാഭം കിട്ടും, അത് വലിയ അഴിമതിയാണെന്നാണ് അന്ന് രമേശ് ചെന്നിത്തല പ്രഖ്യാപിച്ചത്. കാരണം എന്ന് വെച്ചാൽ കേരളം അദാനി പവറിന്റെ കയ്യിൽ നിന്ന് ഇലക്ട്രിസിറ്റി മേടിക്കാൻ തീരുമാനിച്ചിരുന്നു. അപ്പൊ 10 രൂപയാണ് പെർ യൂണിറ്റിന് പറഞ്ഞത്. ആ 10 രൂപ എന്നുള്ളത് കുറച്ചിട്ട് ഏറ്റവും ഒടുവിൽ അത് 6.8 രൂപക്ക് എന്ത് ചെയ്തു, മേടിക്കാൻ തീരുമാനിച്ചിരുന്നു. അപ്പൊ അതിനെക്കുറിച്ചാണ് അന്ന് രമേശ് ചെന്നിത്തല ആരോപണം ഉന്നയിച്ചത്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ അദാനിയുടെ ഞാനിപ്പോ അതിനൊക്കെ ഡീറ്റെയിൽസിലേക്ക് പോയാൽ ഒരുപാടായി പോകും. പക്ഷെ താങ്കൾ ചോദിച്ചാൽ ഞാൻ പറയാം വ്യക്തതക്ക് വേണ്ടി. ഇപ്പൊ അദാനിയുടെ പരിപാടി എങ്ങനെയാന്ന് വെച്ചാൽ, അദാനി ഇപ്പൊ ഒരു വലിയ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തി എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് $3 ബില്യൺ അമേരിക്കയിൽ നിന്ന് മേടിക്കുകയും അമേരിക്കയിൽ ആ പണം ഇവിടെ അഴിമതി വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തു, കൈക്കൂലി കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്കയിൽ ഒരു കേസെടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, അദാനിക്കെതിരെ. അതിന്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം എന്ന് വെച്ചാൽ, അദാനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, അദാനിയും സംസ്ഥാന ഗവൺമെന്റും നേരിട്ടൊരു ബന്ധമില്ല. പകരം അദാനി ഇത്രയും കേന്ദ്ര ഗവൺമെന്റിന്റെ കമ്പനി ഉണ്ട്, ആ കേന്ദ്ര ഗവൺമെന്റിന്റെ കമ്പനി സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കമ്പനി തമ്മിൽ ഒരു കരാറിൽ ഏർപ്പെടും. അതായത് ഞങ്ങൾ ഇത്രത്തോളം വൈദ്യുതി മേടിച്ചോളാം എന്ന് പറഞ്ഞൊരു കരാറിൽ ഏർപ്പെടും. ആ കരാറിൽ ഏർപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യാം, ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ കമ്പനിക്ക് അപ്പൊ അദാനിയുടെ കയ്യിൽ നിന്ന് കൂടിയ വിലക്ക് വൈദ്യുതി വാങ്ങിക്കാം. കാരണം പക്ഷെ അങ്ങനെ വാങ്ങിക്കണമെങ്കിൽ ഏതെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റായിട്ട് ഒരു കരാർ ഒപ്പിട്ടേ പറ്റൂ. പക്ഷെ വേണമെങ്കിൽ ഒറ്റടിക്ക് പറയാം, ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് കമ്പനിയായിട്ടാണ് കരാർ ഒപ്പിട്ടേക്കുന്നത്, അവിടെ നിന്നാണ് എന്ത് ചെയ്യണത്, വൈദ്യുതി വാങ്ങുന്നത്. അങ്ങനെ ചെറിയൊരു എമൗണ്ട്, ഏതാണ്ട് 3000-4000 കോടി രൂപയുടെ അഴിമതിയാണ് നമ്മുടെ ഈ പുള്ളി നടത്തിയത്. ആര്, നമ്മുടെ ആന്ധ്രാപ്രദേശിലെ ജഗൻമോഹൻ റെഡ്ഡി നടത്തിയത്. ചെറിയൊരു അഴിമതിയാണ്. 10,000 കോടി രൂപയിലധികം ആർക്ക് ബെനിഫിറ്റ് കിട്ടും? ജഗൻമോഹൻ റെഡ്ഡിയുടെ ഒറ്റ കരാർ കൊണ്ട് 10,000 കോടി രൂപയിലധികം അദാനിക്ക് കിട്ടും. പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ തന്ത്രം എന്താണെന്ന് വെച്ചാൽ, ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥാപനത്തിന് ഈ അദാനിയുടെ നിന്ന് പവർ മേടിക്കണമെങ്കിൽ പകരം ഈ കേന്ദ്ര ഗവൺമെന്റ് കമ്പനിയും സ്റ്റേറ്റ് ഗവൺമെന്റ് കമ്പനിയും തമ്മിൽ ഒരു പർച്ചേസ് എഗ്രിമെന്റ് വേണം. ഞങ്ങൾ ഇത്രയും വൈദ്യുതി മേടിച്ചോളാം എന്ന് പറഞ്ഞാൽ എഴുതിയാൽ മാത്രമേ അവർക്ക് അവിടെ നിന്ന് മേടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ കരാർ ഒപ്പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി ഒരുപാട് രൂപ കൈക്കൂലി കൊടുത്തത്. ഇവിടെ കേരളം മറ്റു പല സ്റ്റേറ്റുകളിലുമായിട്ട് നിരവധി എമൗണ്ട് കൈക്കൂലി കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതുപോലെ തന്നെ താങ്കൾ ചോദിച്ച പോലെ ഇപ്പൊ ഈ വൈദ്യുതി ഇവിടെ നിന്ന് ഉത്പാദിപ്പിച്ചതിന് ശേഷം നമ്മൾ മിക്കവാറും കൂടിയ കാശ് കൊടുത്തിട്ട് നമ്മളോ വേറെ ഏതെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റോ അത് മേടിക്കും. പിന്നെ പുള്ളിക്ക് ലാഭമില്ലാതെ പുള്ളി പണിയെടുത്തു.